So hi friends, welcome back to Genius Online Learning, Standard 6 English, Unit 1, Reign of Love, First Lesson, Life with Grandfather പാർട്ട് 4 വീഡിയോ ആണിത്. പാർട്ട് 3 വരെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പാഠം ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞ പാഠം നമ്മൾ എടുത്തു കഴിഞ്ഞു. മലയാള അർത്ഥങ്ങളൊക്കെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മലയാളത്തിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ചർച്ച ചെയ്യാമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ നോട്ട്സ്. ഓക്കെ, അപ്പോൾ എന്നാലും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ വീണ്ടും ആ ക്വസ്റ്റ്യൻ ആൻസർ ഒരു വട്ടം കൂടിയും ചർച്ച ചെയ്യും. ഒരു 14 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഓരോ പേജിൻ്റെയും സൈഡിലുള്ളത്. നമ്മൾ ഒരു വട്ടം നമുക്ക് ചർച്ച ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഓഥറായ കേശവൻ ശങ്കരപിള്ളയെ കുറിച്ചും, അതേപോലെ തന്നെ പേജ് നമ്പർ 18 ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറിയിലത്തെ ഒരു 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. കാരണം ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറിയിലത്തെ പുറത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ ഒരു എക്സാമ്പിൾ അതിന്. അതുകൊണ്ട് നമ്മളൊന്ന് പരിശീലിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, ശ്രദ്ധിച്ചിരിക്കുക. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിൽ പാർട്ട് 5 നമ്മൾ ഇതിൻ്റെ ആക്ടിവിറ്റീസാണ് ചർച്ച ചെയ്യുക. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതൊന്നും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ വീണ്ടും ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ എടുക്കുക. ഞാൻ കഴിഞ്ഞ 3 പാർട്ടിൽ നമ്മുടെ ഈ പാഠഭാഗമാണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ എല്ലാ അർത്ഥങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാഠഭാഗവും എല്ലാം നമ്മൾ വിവരിച്ച അർത്ഥം പറഞ്ഞ് മീനിങ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്ലോസറിയൊക്കെ നിങ്ങൾക്ക് അതിന് വേണ്ടി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. കേശവൻ ശങ്കര പിള്ളൈ, 1902 to 1989. He is known as Shankar and he is an Indian cartoonist and writer. He is considered as the father of Indian cartoons. He is particularly noted for his political cartoons. He is most remembered for establishing Children's Book Trust in 1957 and Shankar's International Dolls Museum in 1965. Shankar won many awards like Padma Shri in 1956 and Padma Bhushan in 1966 and Padma Vibhushan in 1976. His work Life with Grandfather is a fiction പബ്ലിഷ്ഡ് ഇൻ 1953. ഇത്തരത്തിലുള്ള പ്രൊഫൈലുകൾ, അതായത് ഇത്തരത്തിലുള്ള ഒരാൾക്കാരുടെ ബയോഗ്രാഫി നിങ്ങൾ പഠിച്ചു വയ്ക്കണം. കാരണം നമ്മുടെ എക്സാംസിന് പ്രൊഫൈൽ തയ്യാറാക്കാനായിട്ട് വരും. കുറച്ച് ഹിൻറ്റുകൾ കൊടുക്കും. ഇതിൽ നിന്നുള്ള ചില ഹിൻറ്റുകൾ, നെയിം, റിയൽ നെയിം, ഫാദർ, അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഹിൻറ്റുകൾ തന്നിട്ട് അവരിങ്ങനെ കൊടുക്കും. അത് നമ്മൾ ഒരുമിച്ച് സെൻറ്റൻസ് ആക്കിയത് തന്നെയാണ് നമ്മൾ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഡു യു തിങ്ക് രാജാസ് ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ റെസ്പെക്റ്റഡ് ബൈ എവ്രി വൺ? പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പം ഞാനൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ തരുന്നത്. രാജയുടെ മുത്തശ്ശനെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുന്ന വാക്യങ്ങൾ എടുത്തെഴുതാനാണ് ഇവിടെ പറയുന്നത്. ആൻസർ, നമ്മുടെ ഈ ആൻസർ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. യെസ്, പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം, ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. അതെ, ആൾക്കാർ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുമ്പോൾ ഉപദേശങ്ങൾക്കായിട്ടും സഹായത്തിനായിട്ടും സമീപിച്ച് വരാറുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ഫീൽ ഇഫ് സംബഡി ഇൻസിസ്റ്റ് യു ടു ഡു സംതിങ്? നിങ്ങൾക്ക് എന്തോ തോന്നും? നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ച് എന്തെങ്കിലും അത് ചെയ്യേ ഇത് ചെയ്യേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക? ഇതിലെ രാജയ്ക്ക് അവൻ്റെ ഗ്രാൻഡ് മദർ മോനെ ഈ പാല് കുടിക്കുകയും മോനെ കിടന്നുറങ്ങാൻ പോകുന്നൊക്കെ നിർബന്ധിച്ച് പറയുമ്പോൾ അവന് എന്തോ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ സ്വയം ഉത്തരം എഴുതേണ്ടതാണ്. ഞാനിവിടെ ഒരു ഉത്തരം മാതൃക കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ഫീൽ ഇറിറ്റേറ്റഡ്, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നും എന്നാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എഴുതേണ്ടതാണ്. കാരണം നിങ്ങളോടാണ് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താ തോന്നുക എന്നുള്ളത്. അപ്പം നിങ്ങൾ എഴുതണം കേട്ടോ. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്, നിങ്ങളോടാണ് ചോദ്യം. അപ്പം നിങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. പക്ഷെ ഞാനൊരു മാതൃക നൽകാം. തേർഡ് ക്വസ്റ്റ്യൻ, ഹൂ ഹെൽപ്സ് യു ഇൻ യുവർ ഫാമിലി വെൻ യു ആർ ഇൻ ട്രബിൾ? നിങ്ങൾ എന്തെങ്കിലും കുഴപ്പത്തിലാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരാണ് നിങ്ങളെ സഹായിക്കാനായിട്ട് എത്താറുള്ളത്? നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും എഴുതാം. എൽഡേഴ്സോ, പാരൻസോ, ബ്രദറോ, സിസ്റ്ററോ, ഗ്രാൻഡ് പാരൻസോ, ഫാദറോ, മദറോ, ആര് വേണമെങ്കിലും നിങ്ങൾക്ക്
എഴുതാം. എങ്ങനെ എഴുതാം? ഇപ്പോൾ ബ്രദർ ആണെങ്കിൽ മൈ ബ്രദർ ഹെൽപ്സ് മീ വെൻ ഐ ആം ഇൻ ട്രബിൾ, അല്ലെങ്കിൽ ഡാഡ് ആണെങ്കിൽ മൈ ഡാഡ് ഹെൽപ്സ് മീ വെൻ ഐ എം ഇൻ ട്രബിൾ. ഇങ്ങനെ എഴുതാം കേട്ടോ. സോ എഴുതാം കേട്ടോ. Then fourth question, we saw many things around Raja's house, list them out. നമ്മൾ രാജയുടെ വീടിന് ചുറ്റും പല വസ്തുക്കളും നമ്മൾ കണ്ടു. നമ്മളതൊന്ന് എഴുതാനാണ് പറയുന്നത്. കോക്കനട്ട് ട്രീസ്, മാംഗോ ട്രീസ്, അതർ കൈൻഡ്സ് ഓഫ് ട്രീസ്, ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ഹണി ബീസ്, ടാങ്ക്സ് വിത്ത് ഫിഷ്, ജാക്കൽസ്, മോങ്കൂസസ്, വൈൽഡ് കാറ്റ്സ്, ഔൾസ്. ഇവരുടെ പിക്ചേഴ്സും അതേപോലെ ഇതിൻ്റെ മലയാള അർത്ഥവും നമ്മൾ ഓൾറെഡി ക്ലാസ്സിലെടുക്കുമ്പോൾ പറഞ്ഞതാണ്. കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, പലതരത്തിലുള്ള മരങ്ങൾ, പക്ഷികൾ, പൂമ്പാറ്റകൾ, തേനീച്ചകൾ, ടാങ്കിൽ ധാരാളം മീനുകൾ, അതേപോലെ തന്നെ ജാക്കൽസ്, അതായത് ഒരു പട്ടിയുടെ ഫാമിലിയിൽ പെടുന്നതാണ്, അതായത് കുറുക്കന്മാരുടെയൊക്കെ പോലെ. മോങ്കൂസസ് എന്ന് പറഞ്ഞാൽ കീരി, വൈൽഡ് കാറ്റ്സ് എന്ന് പറഞ്ഞാൽ കാട്ടുപൂച്ച, അതായത് സിംഹം, പുലി എന്നീ അടങ്ങുന്ന പലതരത്തിലുള്ള പൂച്ചകൾ അതിൽ പെടും. ഔൾസ് എക്സിട്ര. പക്ഷെ ഇതിൽ സിംഹവും പുലിയൊന്നും ഇവിടെ പറയുന്നില്ല, അല്ലാതെയുള്ള കാട്ടുപൂച്ചകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ബ്രിങ്സ് മോർ കളർ ടു രാജാസ് ലൈഫ്? രാജയുടെ ജീവിതത്തിന് കൂടുതൽ ഒരു ഭംഗി നൽകുന്നത് എന്തൊക്കെയാണ്? പ്ലേയിങ് വിത്ത് കാൽസ്, അതായത് പക്ഷിക്കിടാങ്ങളിലൊപ്പം കളിക്കുക, വാച്ചിങ് ബേർഡ്സ്, പക്ഷികളെ നിരീക്ഷിക്കുക, ലുക്കിംഗ് ഫോർ ജാക്കൽസ്, അവർ ആ ഗ്രോവിൽ നിന്ന്, ആ തോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് നിരീക്ഷിക്കുക, റണ്ണിങ് ആഫ്റ്റർ മോങ്കൂസസ്, കീരിയുടെ പുറകെ ഓടുക, ആൻഡ് ക്യാച്ചിങ് ബട്ടർഫ്ലൈസ് ആൻഡ് റെപ്റ്റൈൽസ്. റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ പല്ലി, ടർട്ടിൽ, ക്രൊക്കഡൈൽ, പാമ്പ് എന്നീ അടങ്ങുന്ന കൂട്ടത്തിനെയാണ് റെപ്റ്റൈൽ എന്ന് പറയുന്നത്. റെപ്റ്റൈലിനെ അതേപോലെ തന്നെ ബട്ടർഫ്ലൈനെയൊക്കെ പിടിക്കുക. ദിസ് ഓൾ തിങ്സ് ബ്രിങ് മോർ കളർ ടു രാജാസ് ലൈഫ്. ഇതെല്ലാം രാജയുടെ ജീവിതത്തിന് ഒരു നിറം പകരുന്നതാണ്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹൂ ഡു യു ലൈക്ക് ടു പ്ലേ വിത്ത് അറ്റ് ഹോം? വീട്ടിൽ ആരുടെ കൂടെ കളിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? അപ്പോൾ എങ്ങനെ എഴുതണം? ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ. ആ മൈ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡാഡോ, മോമോ, ബ്രദറോ, സിസ്റ്ററോ, ചേട്ടനോ, ചേച്ചിയോ, ഗ്രാൻഡ് പാരൻസോ ആര് വേണമെങ്കിലും എഴുതാം. എനിക്ക് അച്ഛൻ്റെ ഒപ്പമാണ് കളിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ അമ്മയുടെ ഒപ്പമാണ് കളിക്കാൻ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. നിങ്ങൾ സ്വയം എഴുതേണ്ടതാണ് കേട്ടോ അത്. ദെൻ ദ സെവൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റിയാക്ഷൻ ഓഫ് ദി ഗ്രാൻഡ് ഫാദർ വെൻ ഹി വാസ് സോക്ഡ് ഇൻ ദ ഷവർ? മഴവെള്ളത്തിൽ നനഞ്ഞു കുതിർന്നപ്പോൾ രാജയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ആൻസർ, ഗ്രാൻഡ് ഫാദർ ബിക്കെയിം വെരി ആംഗ്രി. ഗ്രാൻഡ് ഫാദറിന് വളരെ അധികം ദേഷ്യമാണ് വന്നത്. ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് രാജ സെലക്ട് ദ ലോഫ്റ്റ് ഇൻ ദ കൗഷെഡ് ആസ് ഹിസ് ഹൈഡിങ് പ്ലേസ്? ആ തൊഴുത്തിൻ്റെ മേൽത്തട്ട്, ആ തട്ടിൻപുറം തൻ്റെ ഒളിസങ്കേതമായിട്ട് രാജ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? He was afraid to stay in the field, so he selected a hiding place closer to the house. അവൻ ആ രാത്രി ആ പാടത്ത് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പേടിയാണ്, കാരണം അവൻ കുറേ പ്രേതകഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ വീടിൻ്റെ അടുത്ത് വളരെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ കൗഷഡ്. അതുകൊണ്ടാണ് അവിടെ അവൻ്റെ ഒളിസങ്കേതമായിട്ട് അവൻ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. 9th ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് മദർ വാസ് എക്സ്ട്രീംലി വെറീഡ് when she knew that Raja was missing. Pick out the sentences from the passage which convey this message. രാജയെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ മുത്തശ്ശി വളരെയധികം വിഷമിച്ചു. ഈ സംഗതി വ്യക്തമാക്കുന്ന വാക്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനി ഉണ്ട്, അത് എടുത്ത് എഴുതാനാണ് പറയുന്നത്. When I didn't turn up, she looked for me everywhere in the house. ഞാൻ വന്നില്ല എന്നറിഞ്ഞപ്പോൾ എന്നെ തിരക്കി മുത്തശ്ശി വീടിൻ്റെ ചുറ്റും എല്ലായിടത്തും നോക്കി. Then she came out, എന്നിട്ട് പുറത്തേക്ക് വന്നു, and called aloud for me. എന്നെ തിരക്കി രാജ എന്നൊക്കെ ഓളിട്ട് വിളിച്ച് പറഞ്ഞു. Thinking that I was somewhere in the garden. ഞാൻ ഈ ഗാർഡനിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുന്ന വെച്ചിട്ടാണ് പുറത്ത് വന്നിട്ട് ഓളിട്ടിട്ട് രാജ വേഗം വാ എന്ന് പറഞ്ഞത്. Then 10th question, grandmother felt angry with grandfather. Do you support the grandmother? Why? ഗ്രാൻഡ് ഫാദറിനോട് ദേഷ്യം തോന്നാൻ കാരണം എന്താണെന്ന് നമുക്കറിയാം. കാരണം ഗ്രാൻഡ് ഫാദർ കാരണം ഓടിപ്പോയത് എന്നീ കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് മദർ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഗ്രാൻഡ് മദറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? എന്തുകൊണ്ട്? യെസ്. ആഫ്റ്റർ ഓൾ രാജ വാസ് എ സ്മോൾ ബോയ്. എന്തൊക്കെ പറഞ്ഞാലും രാജ ചെറിയ കുട്ടിയാണ്, അതിൻ്റെതായ കുറുമ്പൊക്കെ ഉണ്ടായിരിക്കും. ഗ്രാൻഡ് ഷുഡ് നോട്ട് ഹാവ് ബീൻ സോ ആംഗ്രി വിത്ത് ഹിം ഫോർ സച്ച് എ സിമ്പിൾ ഫൺ. ഒരു ചെറിയ തമാശ കാട്ടിയതിന് ഇത്രയധികം ഗ്രാൻഡ് ഫാദർ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി ഗ്രാൻഡ് മദറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന രീതിയിൽ എഴുതാം, നോ. അതിലുള്ള റീസണും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും എഴുതാം, രണ്ട് രീതിയിൽ എഴുതാം. യെസ് ആണെങ്കിൽ ഈ ഉത്തരത്തിനനുസരിച്ച് എഴുതാം, നോ ആണെങ്കിൽ എന്തുകൊണ്ടില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾ എഴുതണം. ഓക്കെ. 11th question, why did grandfather lose his temper? എന്തുകൊണ്ടാണ് മുത്തശ്ശന്, അതായത് ഗ്രാൻഡ് ഫാദറിന് പെട്ടെന്ന് ദേഷ്യം വന്ന? റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് എക്സ്പ്രസ്ഡ് ദയർ സിമ്പതി ടു ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിനോട് സിമ്പതി, സഹതാപൂർവ്വമുള്ള കാര്യങ്ങൾ റിലേറ്റീവ്സ്, ബന്ധുക്കളായാലും കൂട്ടുകാരായാലും പറഞ്ഞു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഗ്രാൻഡ് ഫാദറിന് ഇത്ര പിടിച്ചില്ല കാര്യങ്ങളൊന്നും.
സോ ഹി ലോസ്റ്റ് ഹിസ് ടെമ്പർ. അതുകൊണ്ടാണ് പെട്ടെന്ന് ദേഷ്യം വരാനായിട്ട് കാരണം. ദെൻ 12th ക്വസ്റ്റ്യൻ. Where might the people have searched for Raja? Why couldn't they find him? എവിടെയെല്ലാമാണ് ആൾക്കാർ രാജേനെ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കുക? എന്തുകൊണ്ടാണ് അവനെ കണ്ടുപിടിക്കാൻ പറ്റാണ്ടിരുന്നത്? പീപ്പിൾ മൈറ്റ് ഹാവ് സെർച്ച് ഹിം ഇൻ ദ ഗാർഡൻ, ഫീൽഡ്, ഗ്രോവ്, പോൺസ് ആൻഡ് നൈബേഴ്സ് ഹൗസ്. അയൽക്കാരുടെ വീട്ടിൽ, കുളങ്ങളിൽ, ആ കുറ്റിക്കാട് അല്ലെങ്കിൽ ആ തോപ്പിൽ, പാടത്ത്, അവൻ്റെ വലിയ തോട്ടത്തിൽ, വീടിൻ്റെ ഉള്ളിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കാം. ദേ couldn't find him because he was hiding in the cowshed. എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റാണ്ടിരുന്നത്? അവൻ തൊഴുത്തിലാണ് ഉണ്ടായിരുന്നത്. തൊഴുത്തിലത്തെ തട്ടിൻ പുറത്ത് ലോഫ്റ്റിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. അത് നമ്മൾ പെട്ടെന്നൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കൊന്നുമില്ല. അതുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റാണ്ടിരുന്നത്. ദെൻ 13th ക്വസ്റ്റ്യൻ. ഐ വാണ്ടഡ് ടു കം ഔട്ട്. വാട്ട് പ്രിവെൻറ്റഡ് രാജ ഫ്രം കമ്മിങ് ഔട്ട്? എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് രാജ വരാണ്ടിരുന്നത്? ഹി ഫിയർഡ് ദാറ്റ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് ഹിം, സോ ഹി ഡിഡ്ന്റ് കം ഔട്ട്. അവന് പേടിയുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ എന്നെ പിടിച്ച് നിർത്തി അടിക്കുന്ന പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാജ പുറത്തേക്ക് വരാണ്ടിരുന്നത്. വരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും കൂടി. ദെൻ 14th ക്വസ്റ്റ്യൻ. അത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ പേജിൻ്റെ സൈഡിൻ്റെ അവിടെയുള്ള ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് കേട്ടോ. വാട്ട് വുഡ് രാജ സേ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ വെൻ ഹി റിട്ടേൺഡ് ഹോം? വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഗ്രാൻഡ് ഫാദറിനോട് രാജ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഹി വുഡ് സേ ഐ എം റിയലി സോറി ഗ്രാൻഡ് പാ. അവൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഐ എം റിയലി സോറി ഗ്രാൻഡ് പാ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത തെറ്റിനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. ഇനി നമുക്ക് ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറി എന്ന് പറഞ്ഞ ഭാഗം എടുക്കാം. അതായത് പേജ് നമ്പർ 18 5 ചോദ്യം ഉണ്ട്, നമുക്കത് ചർച്ച ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, ദെൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Pick out sentences from the story which show grandfather's love for Raja. സ്റ്റോറിയിൽ നിന്ന് സെൻറ്റൻസ് എഴുതാനാണ് പറയുന്നത്. ഗ്രാൻഡ് മദറിൻ്റെ ലവ്, സ്നേഹം, രാജയോടുള്ള സ്നേഹം കാണിക്കുന്ന സെൻറ്റൻസ് എഴുതാനാണ് പറയുന്നത്. എന്താണ് നമുക്കറിയാം, മറ്റേ ഷീ ടുക്ക് ഗുഡ് കെയർ ഫോർ രാജ, ഷീ വുഡ് ഫോളോ me like a shadow, saying drink this milk, eat your food, or have your bath, or go to bed. ഇതാണ് രാജയോടുള്ള സ്നേഹം കാണിക്കുന്ന സെൻറ്റൻസ്. എങ്ങനെ എഴുതാം നമുക്ക്? ഷീ ടുക്ക് ഗുഡ് കെയർ ഫോർ രാജ, ഷീ ഫോളോഡ് രാജ ലൈക്ക് എ ഷാഡോ, സേയിങ് ഡ്രിങ്ക് ദിസ് മിൽക്ക്, ഈറ്റ് ദ ഫുഡ്, ഹാവ് ദ ബാത്ത് ആൻഡ് ഗോ ടു ബെഡ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്, അത് എളുപ്പമാണ്, ടെക്സ്റ്റിൽ തന്നെയുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രാജ ലവ്സ് ബോത്ത് ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ, ബട്ട് they are somehow different. Compare the characters of grandfather and grandmother. രാജയ്ക്ക് അവൻ്റെ ഗ്രാൻഡ് പാരൻസിന് ഇഷ്ടമാണ്, പക്ഷേ അവരുടെ ക്യാരക്ടർ തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. അത് എടുത്തെഴുതാനാണ് പറയുന്നത്. ഗ്രാൻഡ് ഫാദർ വാസ് വെരി സ്ട്രിക്റ്റ്. ഹി ഹാഡ് ഗ്രേറ്റ് ലവ് ഫോർ രാജ ബട്ട് ഹി ഡിഡിൻറ്റ് ഷോ ഇറ്റ്. ഗ്രാൻഡ് ഫാദർ സ്ട്രിക്റ്റ് ആണ്. പിന്നെ നമുക്കറിയാം ഗ്രാൻഡ് ഫാദർ വാസ് ടോൾ ആൻഡ് സ്ട്രോങ് മാൻ. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. they all came to grandfather for seeking advice and help. He always spoke in loud voice. അതൊക്കെ നമുക്കിതിൽ എഴുതാം. മെയിൻ പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഗ്രാൻഡ് ഫാദർ വളരെ സ്ട്രിക്റ്റ് ആണ്. ആൾക്ക് രാജാനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ സ്നേഹം ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ആൾ ഒരിക്കലും അങ്ങനെ പുറത്തേക്ക് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ചെയ്യാറില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്രാൻഡ് മദർ, ഷീ ഈസ് കൈൻഡ് and gentle. She took great care of Raja. She follows him like a shadow, saying drink this milk, eat food, have bath, go to bed. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഗ്രാൻഡ് ഫാദറിനെക്കാട്ടും വളരെ വ്യത്യാസമുണ്ട് ഗ്രാൻഡ് മദറിന് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ. രാജ ഹിഡ് ഇൻ ദ കൗഷെഡ് ഫോർ എ ലോങ് ടൈം. വാസ് ഇറ്റ് റൈറ്റ് ടു ഡു സോ? റൈറ്റ് യുവർ വ്യൂസ് ഇൻ എ ഫ്യൂ സെൻറ്റൻസ്. രാജ കുറേ നേരം ആ തൊഴുത്തിൽ നിന്നു. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളുടെ കാഴ്ചപ്പാട് ഏതാണെന്നാണ് പറയുന്നത് കുറച്ച് സെൻറ്റൻസിൽ. ഓക്കെ, നിങ്ങളാണ് എഴുതേണ്ടത്, പക്ഷെ ഞാൻ ഒരു ഉത്തരമാതൃക നൽകാം. നോ, ഇറ്റ് വാസ് നോട്ട് റൈറ്റ് ടു ഡൂ സോ. അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ്. രാജ വാസ് എഫ്രൈഡ് ഓഫ് ദ ഫെറി ഓഫ് ഗ്രാൻഡ് ഫാദർ അടിക്കുകയോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. ദിസ് പ്രിവെൻറ്റഡ് ഹിം ഫ്രം കമ്മിങ് ഔട്ട്. ഇതുകൊണ്ടാണ് അവൻ ഈ കാരണത്താലാണ് അവൻ വരാണ്ടിരുന്നത്. ബട്ട് ഹിസ് മിസ്സിംഗ് കോസ്ഡ് ഗ്രേറ്റ് കൺഫ്യൂഷൻ ആൻഡ് വെറി ടു ഓൾ. എങ്കിൽ പോലും അവൻ്റെ കാണാതെ ഇന്ന് വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ കൺഫ്യൂഷനും അതേപോലെ തന്നെ പേടിയാണ് ഉണ്ടായിരുന്നത്. സോ ഐ തിങ്ക് ഹി ഷുഡിൻ ഹാവ് സ്റ്റേഡ് ഇൻ ദ കൗഷെഡ് സോ ലോങ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അവൻ അത്രയും നേരം അതിനുള്ളിൽ നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം.
Did you like the story? Which part of the story did you like the most? Write a note on why you like the story. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായോ അതോ നിങ്ങളാണ് എഴുതേണ്ടത്? യെസ് ആണെങ്കിൽ യെസ്. വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഈ കഥയുടെ ഏത് ഭാഗമാണ് ഇഷ്ടമായത്? നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഐ ലൈക്ഡ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി. എനിക്ക് കഥയുടെ അവസാന ഭാഗമാണ് ഇഷ്ടമായത്. എന്തുകൊണ്ട് ഇഷ്ടമായി എന്നുള്ളത് നിങ്ങൾ എഴുതണം. അതിൻ്റെ റീസൺ ഞാൻ അവിടെ എഴുതുന്നുണ്ട്. വി ഓൾ തോട്ട് ദാറ്റ് ഗ്രാൻഡ് ഫാദർ വുഡ് ബി വെരി ആംഗ്രി വെൻ രാജ കെയിം ഔട്ട്. രാജ തിരികെ വരുമ്പോൾ ഗ്രാൻഡ് ഫാദർ ദേഷ്യപ്പെട്ടിട്ട് അവൻ അടിക്കുന്നതാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. രാജ ഓൾസോ എക്സ്പെക്റ്റഡ് ദിസ്. രാജയും ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ബട്ട് വെൻ ഹി കെയിം ബാക്ക് ഹിസ് ഗ്രാൻഡ് ഫാദർ ടുക്ക് ഹിം ഇൻ ഹിസ് ആംസ് ആൻഡ് ഹഗ്ഡ് ഹിം. പക്ഷെ വന്നപ്പോൾ എന്താ ചെയ്തത്? തൻ്റെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു. ദൈവമേ നന്ദി എന്നൊക്കെ പറയുകയാണ് ചെയ്തത്. അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം എഴുതാൻ കേട്ടോ, നിങ്ങളുടെ കാഴ്ചപ്പാട് എഴുതാനാണ് ഇവിടെ പറയുന്നത്. ദെൻ ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. In the story, Raja made a shower by shaking the sandalwood tree. It was great fun for him. You must have had such funny experiences in your life. Recollect and present such an experience before your friends in the class. ഈ സ്റ്റോറിയിൽ ചന്ദനമരത്തിൻ്റെ അടിയിൽ പോയിട്ട് അവൻ കുലുക്കിയിട്ട് മഴയുണ്ടാക്കി. നല്ല തമാശയായിരുന്നു അവന്. ഇത്തരത്തിലുള്ള ഫണ്ണി എക്സ്പീരിയൻസ്, തമാശ നിറഞ്ഞ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ആലോചിച്ച് അത് എഴുതാനാണ് പറയുന്നത്. ഞാനിവിടെ ഒരു ഉത്തരമാതിക തരാം. നിങ്ങൾ സ്വയം എഴുതേണ്ടതാണ്. അതായത്, വൺ ഈവനിങ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് ഹാവിങ് എ ലൈറ്റ് സ്ലീപ്പ്. ഒരു ഈവനിങ് സമയത്ത് ഗ്രാൻഡ് ഫാദർ ചെറിയ മയക്കത്തിലായിരുന്നു. ഐ ഡിസൈഡഡ് ടു ഫ്രൈറ്റൻ ഹിം. അവനെ പേടിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഐ കളക്റ്റഡ് എ വെരി തിൻ ക്യാരി ബാഗ്. ഒരു കറുത്ത കളറുള്ള ക്യാരി ബാഗ് എടുത്ത് ഐ ഫിൽഡ് ഇറ്റ് വിത്ത് എയർ ബൈ ബ്ലോയിങ്. ഞാൻ വീർപ്പിച്ച് അതിൽ ഊതി വീർപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ദെൻ ഐ ക്ലോസ് ദ ഓപ്പൺ ആൻഡ് ടൈറ്റ്ലി വിത്ത് മൈ ഹാൻഡ്. ആ ഓപ്പണായി തുറന്ന് കിടക്കുന്ന ഭാഗം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ടൈറ്റ്ലി മുറുക്കെ പിടിച്ചു. ആൻഡ് വെൻ നിയർ ഹിം. എന്നിട്ട് ആളുടെ അടുത്ത് പോയി അത് കൊണ്ടുപോയി. ഓൾ ഓഫ് എ സഡൻ ഐ ബേസ്റ്റ് ഇറ്റ് മേക്കിംഗ് എ ബാങ് സൗണ്ട്. അതായത് ഒരു സൂചി വെച്ചത് പൊട്ടിച്ചപ്പോൾ ഒരു വലിയൊരു ശബ്ദം ഉണ്ടായി. ബൂം പറഞ്ഞിട്ടൊക്കെ ശബ്ദം ഉണ്ടായി. ഗ്രാൻഡ് ഫാദർ trembled and raised his hands. പെട്ടെന്ന് പേടിച്ചിട്ട് അവൻ്റെ കൈ ഉയർത്തി. ആൻഡ് ഷൗട്ടഡ് യു നോട്ടി ഡെവിൾ. ഡെവിൾ എന്ന് പറഞ്ഞാൽ നീ എന്താ ഒരു പിശാച്, നീ എന്തെങ്ങനെ കാണിക്കുന്നത് അർത്ഥം ദേഷ്യത്തിൽ പറഞ്ഞു. ഐ ലോഫ്ഡ് ആൻഡ് ഹിസ് ആങ്കർ മെൽറ്റഡ് അവേ. ഞാൻ പെട്ടെന്ന് ചിരിച്ചപ്പോൾ, ആ തമാശ കണ്ട് ഞാൻ പെട്ടെന്ന് ചിരിച്ചപ്പോൾ മുത്തശ്ശൻ്റെ എല്ലാ ദേഷ്യവും മാഞ്ഞുപോയി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ലെറ്റ്സ് റീവിസ് ദ സ്റ്റോറിയുടെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചർച്ച ചെയ്തു. ഇത് വീഡിയോയുടെ പാർട്ട് 4 ആണ്. പാർട്ട് 5 നമുക്ക് ആക്ടിവിറ്റീസ് ആയിട്ട് വീണ്ടും വരാം. അതുവരെയും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു. ഓക്കെ, ബൈ.